അടുത്ത് നോക്കാം. വനൌഷധീനാം തു അയം സ്രോതഃ ഏവ അസ്തി. ഔഷധ സസ്യങ്ങളുടെ തന്നെ ഉറവിടമാണിത്. വനൌഷധീനാം എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം എന്തുവരും? എന്ത് തന്നെയാണെന്നാണ് പറയേണ്ടത് അല്ലേ? അപ്പോൾ കേശാം തു അയം സ്രോതഃ ഏവ അസ്തി. എന്ത് തന്നെയാണ് ഇതിൻ്റെ ഉറവിടം? ഓറിയ ഇതി പർവണി അരുണാചലെ കൃഷിഭൂമിപൂജനം സാമാജികകാര്യം ച ഭവതി. ഓറിയ എന്ന ഫെസ്റ്റിവലിൽ അരുണാചൽ പ്രദേശിൽ കൃഷിഭൂമി പൂജ, സോഷ്യൽ വർക്ക് എന്നിവ നടക്കുന്നു. കൃഷിഭൂമി പൂജനം, സാമാജിക കാര്യം, 2 കാര്യങ്ങളെക്കുറിച്ച് ഇവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ എന്തൊക്കെയാണെന്നാണ് ഇവിടെ വരേണ്ടത് അല്ലേ? ഓറിയ ഇതി പർവണി അരുണാചലെ കിം കിം ഭവതി. ഓറിയ എന്ന ഫെസ്റ്റിവലിൽ അരുണാചൽ പ്രദേശിൽ എന്തൊക്കെയാണ് നടക്കാറ്? ഭീഷ്മക് നഗരദുർഗസ്യ അവശേഷാः ആര്യകലാ സംസ്കൃതി സമ്പദ് പരിചായകാः. ഭീഷ്മനഗര കോട്ടയുടെ അവശിഷ്ടങ്ങൾ ആര്യകലാ സംസ്കാരത്തിൻ്റെ സമ്പത്തിനെ സൂചിപ്പിക്കുന്നു. അപ്പോൾ എന്തിൻ്റെ അവശിഷ്ടങ്ങൾ എന്താണ് വരേണ്ടത് അല്ലേ? എന്തെഴുതും? കസ്യ അവശേഷാः ആര്യകലാ സംസ്കൃതി സമ്പദ് പരിചായകാः. എന്തിൻ്റെ അവശിഷ്ടങ്ങളാണ് ആര്യകലാ സംസ്കാരത്തിൻ്റെ സമ്പത്തിനെ സൂചിപ്പിക്കുന്നത്? The remains of what are the indicators of the wealth of Aryan art and culture? അടുത്ത നോക്കാം. പരശുരാമകുണ്ഡം ലോഹിതനദ്യാः കിഞ്ചിത് ദൂരമസ്തി. പരശുരാമകുണ്ഡം എന്നത് ലോഹിത നദിയിൽ നിന്ന് കുറച്ച് ദൂരത്താണ്. ലോഹിതനദ്യാः എന്നാണ് കൊടുത്തേക്കുന്നത്, അതായത് ലോഹിത നദി. അപ്പോൾ ഇവിടെ എന്താ വരുന്നത്? പരശുരാമകുണ്ഡം കസ്യാഹ കിഞ്ചിത് ദൂരമസ്തി. പരശുരാമകുണ്ഡം എന്തിൻ്റെ നിന്ന്, അതായത് എന്തിൽ നിന്നാണ് കുറച്ച് ദൂരത്തുള്ളത്? അടുത്ത നോക്കാം. അധോലിഖിത പ്രശ്നാൻ യഥാനിർദ്ദേശം ഉത്തരത്ത്. താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് എങ്ങനെയാണോ ഇൻസ്ട്രക്ഷൻ തന്നിരിക്കുന്നത് അതനുസരിച്ച് ഉത്തരം എഴുതുക. സ്ഥലാനാം ദർശനായ പ്രബന്ധഃ അപി വർത്തത്തെ. അത്ര വർത്തത്തെ ഇതി ക്രിയാപദസ്യ കർത്തൃപദം കിം? ഇവിടെ വർത്തത്തെ എന്ന ക്രിയാപദത്തിന് കർത്തൃപദം ഏതാണ്? പ്രബന്ധഃ. മിഥുനഃ ഗോമഹിഷസദൃശः एकः विशिष्टः രാജപശു अस्ति. വാക്യെ അസ്മിन् വിശേഷപദം കിം പ്രയുക്തം? ഈ സെൻറ്റൻസിൽ വിശേഷപദമായി എന്താണ് പ്രയോഗിച്ചിരിക്കുന്നത്? മിഥുനഃ. സാടകേന ഏകം അന്യത് പർവ് അസ്തി. അത്ര അപരം ഇതി പദസ്യ കിം പര്യായപദം പ്രയുക്തം? ഇവിടെ അപരം എന്ന പദത്തിന് എന്ത് പര്യായപദമാണ് പ്രയോഗിച്ചിരിക്കുന്നത്? അന്യത്. ജനാഃ പരസ്പരം മുഖേ കപോലേ ച ശാലിചൂർണം ലിംപന്തി. വാക്യെ അസ്മിൻ കിം ക്രിയാപദം പ്രയുക്തം? ഈ സെൻറ്റൻസിൽ ക്രിയാപദമായി എന്താണ് പ്രയോഗിച്ചിരിക്കുന്നത്? ലിംപന്തി. പര്യടന വിഭാഗേന പ്രകാശിതാം പ്രസിദ്ധസ്ഥലാനാം സൂചിം പഠിത്വാ ജ്ഞായതാം. അത്ര സൂചിം ഇതി പദസ്യ കിം വിശേഷണപദം പ്രയുക്തം? ഇവിടെ സൂചിം എന്ന പദത്തിന് എന്ത് വിശേഷണപദമാണ് പ്രയോഗിച്ചിരിക്കുന്നത്? പ്രകാശിതാം. അടുത്ത ചോദ്യം നോക്കാം. വിശേഷൈഃ സഹ സമുചിത വിശേഷണാനി യോജയിത്വാ ലിഖത. ഇവിടെ വിശേഷ്യപദം തന്നിട്ടുണ്ട്, വിശേഷണപദവും തന്നിട്ടുണ്ട്. കറക്റ്റായിട്ടുള്ളത് ഏതാണോ അത് കണ്ടെത്തി ബ്ലാങ്ക്സ് ഫില്ല് ചെയ്യണം. ഓക്കെ, യോജിപ്പിച്ചെഴുതണം. അതുപോലെ ഈ വേർഡ്സ് എല്ലാം തന്നെ പാഠത്തെ ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ. വിവിധ വർണ്ണ മനോഹര, അതായത് ബ്യൂട്ടിഫുൾ. പ്രകൃതി നേച്ചർ. പ്രമുഖാനി മെയിൻ. ആജീവിക സാധനാനി ലൈവ്ലിഹുഡ്. സാമാജികം സോഷ്യൽ. കാര്യം വർക്ക്. അന്യത് അതർ. പർവ് ഫെസ്റ്റിവൽ. സമ്പൂർണ്ണ കംപ്ലീറ്റ്. വ്യവസ്ഥ അറേഞ്ച്മെൻറ്റ്സ്. ദർശനീയാനി വർത്ത് സീയിങ്. ऐतिहासिक സ്ഥലാനി ഹിസ്റ്റോറിക്കൽ പ്ലേസസ്. ഗോമഹിഷ സദൃശഃ ലൈക്ക് കൗസ് ആൻഡ് ബഫല്ലോ. ഇതെന്താണ്?
രാജപശു, സ്റ്റേറ്റ് ആനിമൽ. അടുത്ത നോക്കാം. അധോലിഖിത പദൈഃ സഹ സമാനാർത്ഥക പദം യോജയിത്വ ലിഖത്. താഴെ തന്നിരിക്കുന്ന വേർഡിന് ഒരേ അർത്ഥം വരുന്ന വേർഡ് ഏതാണോ അത് യോജിപ്പിച്ച് നോടൊപ്പം എഴുതുക. ഇവിടെയും ബ്ലാങ്ക്സ് ഫില്ല് ചെയ്യാണ് വേണ്ടത്. അഭിനന്ദനം, അതായത് കൺഗ്രാറ്റുലേഷൻസ്, സ്വാഗതം, വെൽക്കം. ജ്ഞാതും, ടു നോ, അതായത് അറിയാൻ. അവഗന്തും, മനസ്സിലാക്കാൻ. അരുണഃ, സൂര്യൻ, സൂര്യഃ. സമം, ഈക്വൽ. സദൃശം, ഒരുപോലെ. അധുന, ഇപ്പോൾ. ഇദാനിം, ഈ സമയം. പ്രത്യുത്, പകരം. അപിതു, ബിസൈഡ്സ്, പകരം തന്നെ. ഓക്കെ. അനന്തരം, ആഫ്റ്റർ. പശ്ചാത്, ആഫ്റ്റർ, ശേഷം. ഓക്കെ. അടുത്ത നോക്കാം. അധോലിഖിത വാക്യേഷു സ്ഥൂലപദാനി കേഭ്യഃ പ്രയുക്താനി. താഴെ തന്നിരിക്കുന്ന സെൻറ്റൻസിൽ ബോൾഡ് വേർഡ്സ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അധോലിഖിത വാക്യേഷു സ്ഥൂലപദാനി കേഭ്യഃ പ്രയുക്താനി. താഴെ തന്നിരിക്കുന്ന സെൻറ്റൻസിൽ ബോൾഡിൽ എഴുതിയിരിക്കുന്ന വേർഡ് ആർക്കായിട്ടാണ് പ്രയോഗിച്ചിരിക്കുന്നത്? ഓക്കെ. അഹം ഭവതാം ജിജ്ഞാസാം ശമയിതും ഇച്ഛാമി. ഞാൻ നിങ്ങളുടെ അറിയാനുള്ള ആഗ്രഹം അടക്കാൻ ആഗ്രഹിക്കുന്നു. ഛാത്രാണാം കൃതി, കുട്ടികൾക്കായിട്ട്. ഓക്കെ, കുട്ടികൾക്ക് വേണ്ടി. പ്രഥമം തു അഹം ഏവ ഏകം പ്രശ്നം പൃച്ഛാമി. ആദ്യം തന്നെ ഞാനൊരു ചോദ്യം ചോദിക്കുന്നു. ആർക്കായിട്ടാണ്? പര്യടനാധികാരിണഃ കൃതി, അതായത് ടൂറിസം ഓഫീസറിന് വേണ്ടി. സൂര്യസ്യ പ്രകാശഃ സർവപ്രഥമം ഇമം സ്പർശതി. സൂര്യൻ്റെ പ്രകാശം ആദ്യം തന്നെ ഇവിടെയാണ് സ്പർശിക്കുന്നത്. ഇമം എന്നത് ആർക്ക് വേണ്ടിയാണ് പ്രയോഗിച്ചിരിക്കുന്നത്? അരുണാചല പ്രദേശസ്യ കൃതി. അഹം ചിന്തയാമി യത് അരുണഃ തു സൂര്യസ്യ പര്യായഃ. ഞാൻ കരുതാണ് അരുൺ എന്ന് പറയുന്നത് സൂര്യൻ്റെ പര്യായമാണെന്ന്. ആർക്ക് വേണ്ടിയാ? ഹിമാംശോഹു കൃതി. കൃഷിഃ ശില്പകല വനസമ്പത്ത് ച ഏതേഷാം പ്രമുഖാനി ആജീവക സാധനാനി. കൃഷി, കരകൗശലം, വനസമ്പത്ത് എന്നിവ ഇവരുടെ പ്രധാന ഉപജീവന മാർഗങ്ങളാണ്. ആർക്കായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്? ജനജാതീനാം കൃതി, ട്രൈബൽസിന് വേണ്ടി. ഇതം അപ്രിൽ ഇതി മാസേ മാന്യത്തെ. ഇത് ഏപ്രിൽ മാസത്തിൽ ആഘോഷിക്കപ്പെടുന്നു. മോപിന പർവണഃ കൃതി, മോപിൻ ഫെസ്റ്റിവൽ. അധുനാ തു വയം ഏതാനി ദൃഷ്ടം ഉത്സുകാഃ സ്മഃ. ഇപ്പോൾ ഇവയെ കാണാൻ ഞങ്ങൾ ആകാംക്ഷഭരിതരാണ്. ഏതാനി ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ആരെയാണ്? പര്യടന സ്ഥലാനാം കൃതി, ടൂറിസം പ്ലേസിന് വേണ്ടി. അടുത്ത നോക്കാം. അത്ര അനേകേ പ്രമുഖോത്സവാഃ. ഇവിടെ ധാരാളം പ്രധാന ഉത്സവങ്ങളുണ്ട്. അത്ര, ഇവിടെ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന എവിടെയാണ്? അരുണാചല പ്രദേശസ്യ കൃതി, അരുണാചൽ പ്രദേശിന് വേണ്ടിയാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. അധോലിഖിത പദാനാം സമുചിതം വിഗ്രഹം സമസ്തപദം വ ലിഖത്. താഴെ തന്നിരിക്കുന്ന പദത്തിന് ഉചിതമായിട്ട് നീ വിഗ്രഹിച്ചെഴുതുക, അല്ലെങ്കിൽ സമസ്ത പദം എടുത്ത് എഴുതുക. ഓക്കെ. വനസമ്പദ, വനസ്യ സമ്പദ. സേതുഃ നിർമ്മാണം, സേതു നിർമ്മാണം. പര്യടനാധികാരി, പര്യടനസ്യ അധികാരി. ഹിമാദ്രേഃ തുംഗശൃംഗാനി തൈഃ ഹിമാദ്രിതുംഗശൃംഗഃ. ബൗദ്ധമഠഃ, ബൗദ്ധാനാം മഠഃ. ഉദ്ഗമസ്യ സ്ഥലം, ഉദ്ഗമസ്ഥലം. അരുണാചലഃ, അരുണസ്യ അചലഃ. അടുത്ത് നോക്കാം. അധോലിഖിത വാക്യേഷു രേഖാങ്കിത പദാനാം പ്രസംഗാനുകൂലം സമുചിതാർത്ഥം ചിത്വാ ലിഖത്. താഴെ തന്നിരിക്കുന്ന സെൻറ്റൻസിൽ ബോൾഡ് വേർഡ്സിൽ എഴുതിയിരിക്കുന്ന വേർഡിന് അതേ അർത്ഥം വരുന്ന വേർഡ് ഏതാണോ അത് ഈ തന്നിരിക്കുന്ന ഓപ്ഷനകത്തുനിന്ന് കണ്ടെത്തി എഴുതണം. ഓക്കെ. പ്രശ്നോത്തരമാധ്യമേന ഭവതാം ജിജ്ഞാസാം ശമയിതും ഇച്ഛാമി. ജിജ്ഞാസാം അറിയാനുള്ള ആഗ്രഹം. അപ്പോൾ എന്താണ്? ജ്ഞാതും ഇച്ഛ. അസ്യ അവശേഷാഃ തു ആര്യകലാ സംസ്കൃതി സമ്പദഃ പരിചായകാഃ. പരിചായകാഃ എന്നാൽ ഇൻഡിക്കേറ്റേഴ്സ്. ഏതാണ് വരിക? സൂചകാഃ. സാധുപൃഷ്ടം, ശരിയായ. സാധു എന്ന് വെച്ചാൽ എന്താണ്? ശരിയായ. അപ്പോൾ ഏതാണ് കറക്റ്റ് വരിക?
സമ്യക്. വിപുല ച അത്ര വനസമ്പദ. വിപുല എന്നാൽ വിശാലമായ, വിശാല. വനൗഷധീനാം തു അയം സ്രോതഃ ഏവ. സ്രോതഃ എന്നാൽ ഒറിജിൻ, ഉദ്ഗമസ്ഥലം. അടുത്ത നോക്കാം. അത്ര ലിഖിതേ ഗദ്യാംശേ റിക്തസ്ഥാനാനാം പൂർത്തിം ഇദം ഇതി സർവനാമപദസ്യ ഉചിതരൂപൈഃ കുരുത. ഇവിടെ എഴുതിയിരിക്കുന്ന ഗദ്യഭാഗത്ത്, ഗദ്യത്തിൽ എന്താണ് വിട്ടുപോയ ഭാഗം ഇദം എന്ന സർവനാമപദത്തിൻ്റെ ഉചിത രൂപങ്ങൾ ഉപയോഗിച്ച് പൂരിപ്പിക്കുക. ഓക്കെ. അരുണസ്യ പ്രദേശഃ അരുണാചലഃ. അസ്യ പ്രദേശസ്യ അസ്തി ഹിമാദ്രിതുംഗശൃംഗൈഃ സുശോഭിതാ ഭൂമിഃ. एवं च अस्ति विपुलवनसम्पदा अस्मिन् प्रदेशे. अस्मात् प्रदेशात् एव वहति लोहिताख्या नदी. सूर्यस्य प्रकाशः सर्वप्रथमम् इमं प्रदेशम् एव स्पर्शति. अनेन प्रदेशेन एव जीवन्ति अस्य प्रदेशस्य जनाः. अद्भुतः सौन्दर्यमयः एव अयं प्रदेशः. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന സെൻറ്റൻസിൽ ഏതെങ്കിലും വേർഡിൻ്റെ അർത്ഥം മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ കമൻറ്റിലൊന്ന് മെൻഷൻ ചെയ്താൽ മതി, അത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും ഈ പാഠത്തിൻ്റെ എക്സസൈസ് എക്സ്പ്ലനേഷൻ ക്ലിയർ ആയെന്ന് കരുതുന്നു. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായ ഉറപ്പായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിൽ ഒരു ബെല്ലൈക്കൺ ഉണ്ടാവും, അതും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക, ഓളാണെന്ന് ഓപ്ഷൻ കൊടുക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഇനി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. താങ്ക്